ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയഷ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്കൂളിലൊന്നും ഇതുവരെയും പഠിക്കാത്ത ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്, അതായത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അതായത് ഡോക്ടർ BR അംബേദ്കർ എന്ന്. എന്നാൽ അംബേദ്കർ ഒരാളാണോ ഇത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 140 കോടിയോളം ഇന്ത്യൻ ജനങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം വാല്യൂ ഉള്ള ആ ബുക്കിനെ ഇവര് സ്വന്തമായിട്ട് എഴുതിയതാണോ അല്ലെങ്കിൽ എവിടുന്നേലും ഇവർ കോപ്പി അടിച്ച് എഴുതിയതാണോ? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് എപ്പോൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്താന്ന് പലർക്കും അറിയില്ല. ഇത് വർഷങ്ങളോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ഫൈനലായിട്ടും കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇത്രമാത്രം വലിയൊരു ഹിസ്റ്ററി നമ്മുടെ സ്കൂളിലൊന്നും പലപ്പോഴും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ആ ഒരു കാലഘട്ടങ്ങളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടീഷേഴ്സും പറയുന്നു അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന്. പക്ഷെ അത് ഇന്ത്യൻസിന് വേണ്ടിയല്ല. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതായത് അവർ കുറേയധികം രാജ്യങ്ങളെ അവർ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു രാജ്യം മാത്രമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യനെ ഭരിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള വൈസ്രോയ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്രകാരം അവരൊരു അതായത് ഇങ്ങനെയുള്ള ഒരു ഭരണഘടന വേണം എന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ പ്രതീക്ഷിച്ചു. അവരങ്ങനെ തന്നെ ആക്ട് ചെയ്യാനും തുടങ്ങി. പക്ഷെ 1920കളായി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻസിന് അതായത് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ 20കളിൽ ആവശ്യപ്പെട്ട ഭരണഘടനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതായത് അപ്പോൾ ഇന്ത്യൻസ് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. പക്ഷേ ആ ഒരു ഭരണഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് മേലെ കോളനൈസ് ചെയ്യാൻ ബ്രിട്ടീഷേഴ്സ് തന്നെ അതായത് ബ്രിട്ടീഷേഴ്സ് തന്നെ ഇന്ത്യനെ ഭരിച്ചോട്ടെ, ഇന്ത്യൻ്റെ കൺട്രോളെല്ലാം ബ്രിട്ടീഷേഴ്സിൻ്റെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെ ഭരിക്കണം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ 1928 ആയപ്പോൾ തന്നെ മോട്ടിലാൽ നെഹ്റു എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു അതായത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. പക്ഷേ അത് ബ്രിട്ടീഷേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അത് പുറം രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നതും ഇതേ മോട്ടിലാൽ നെഹ്റു 1928ലാണ്. ആ ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റു ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. അങ്ങനെ 1934 ആയപ്പോൾ MN റോയ് എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് ലീഡർ പറയുന്നു അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അതായത് ഇന്ത്യ സ്വന്തമായിട്ട് ഭരിക്കണം, പുറം രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അവകാശം കൂടെ. പക്ഷെ 1925 ആ ഒരു കാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു സമയം തൊട്ട് തന്നെ അതായത് ഇന്ത്യ ഒരു സ്വരാജ് എന്ന് പറയുന്ന അതായത് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആ മൂവ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് 1925 ആയപ്പോൾ തന്നെ ഇന്ത്യക്ക് അതായത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയിരുന്നു. പിന്നീട് 1935 ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇത് അക്സെപ്റ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റു അതായത് എത്രയും പെട്ടെന്ന് അതായത് ഇത് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്തൊരു ഡിമാൻഡ് വെക്കുന്നു അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. എന്നാൽ 1935കളിൽ ബ്രിട്ടീഷേഴ്സ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതായത് ബ്രിട്ടീഷേഴ്സിനെ പുറത്ത് കളഞ്ഞുകൊണ്ടല്ല, അതായത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, പക്ഷേ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ നേതാക്കളും തയ്യാറായിരുന്നില്ല. പിന്നീട് 1939-40 ആ കാലഘട്ടങ്ങളായപ്പോൾ തന്നെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നു. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷേഴ്സ് പറയുന്നു അതായത് നിങ്ങൾ പറയുന്ന എല്ലാവിധ ഡിമാൻഡുകളും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യേ, രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ ഡിമാൻഡും അക്സെപ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ അപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ നേതാക്കളല്ല, അതായത് സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരും പറയുന്നു അതായത് ബ്രിട്ടീഷേഴ്സിന് വേണ്ടി ഇന്ത്യക്കാരും പോയി അതായത് യുദ്ധത്തിൽ പോരാടേണ്ട ആവശ്യമില്ല, നമുക്കും സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ വഴികൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് സുഭാഷ് ചന്ദ്രബോസ് എല്ലാം കൊടുക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് 1940 അതായത് ആ ബ്രിട്ടീഷേഴ്സ് എല്ലാം തന്നെ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ ഡിക്ലെയർ ചെയ്തു. പക്ഷെ അതും ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തില്ല. അതായത് ആ സമയത്തും അതായത് ബ്രിട്ടീഷേഴ്സ് വലിയ രീതിയിലൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അതായത് അവർക്ക് പ്രധാനമായിട്ടും രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതായത് ഇന്ത്യൻസ് അവർക്ക് വേണ്ടി അതായത് അനുകൂലമായിട്ട് യുദ്ധത്തിൽ കളമിറങ്ങണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ ഇന്ത്യ അത് ഡിഫീറ്റ് ചെയ്തു. പിന്നീട് 1946 ആയി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷേഴ്സ് എല്ലാം തന്നെ അതായത് ആ യുദ്ധത്തിൽ ഏകദേശം അവർക്ക് തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള പല സ്ഥലത്തു നിന്നും അവർക്ക് ഭരണം വിട്ടുപോയി. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടങ്ങളായി കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടന്റെ അതായത് അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭരണമാറ്റം എല്ലാം മെല്ലെ മെല്ലെ മാറി വരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നു അതായത് ഇന്ത്യക്ക് ഫ്രീഡം കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷേഴ്സിന്റെ ആ ഗവൺമെന്റ് 3 അതായത് കമ്മിറ്റി മെമ്പേഴ്സിനെ ഇന്ത്യയിലോട്ട് വിടുന്നു. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണം അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി.
ആരൊക്കെയാണെന്ന് വെച്ചാൽ ലോർഡ് പെത്തിക് ലോറൻസ്, അതുപോലെ തന്നെ അലക്സാണ്ടർ, അതുപോലെ തന്നെ സാർ ക്രിസ്പി എന്ന് പറയുന്ന ഇവർ 3 പേരെയാണ് അതായത് ഇന്ത്യയിലോട്ട് അയക്കുന്നത്. അപ്പോൾ ഏകദേശം അതായത് 1946 എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇന്ത്യൻ്റെ ഡിമാൻഡ് ഏകദേശം അക്സെപ്റ്റ് ചെയ്തു. കാരണം അവരുടെ ഭരണമാറ്റവും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന കുറെ ചേഞ്ചസ് ഒക്കെ കാരണം ഇവർ ഏകദേശം അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റിയിലോട്ട് ഇവർ എത്തി. അങ്ങനെ ആ സമയത്ത് ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ഒരു എം പിക്ക് 10 ലക്ഷം എന്ന് പറയുന്നത്, അതായത് 10 ലക്ഷം ആൾക്കാർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഒരു എം പിനെ വെച്ച് ഡിക്ലെയർ ചെയ്ത് ഏകദേശം 389 സീറ്റ് ഇന്ത്യയിൽ മൊത്തം ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ 296 സീറ്റ് അതായത് ബ്രിട്ടീഷേഴ്സ് ഭരിച്ചതും അതുപോലെ തന്നെ 93 സീറ്റ് പ്രിൻസ്ലി സീറ്റ് എന്ന് പറയും, അതായത് ബ്രിട്ടീഷേഴ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് ഈ പ്രിൻസ്ലി സീറ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ഡിക്ലെയർ ചെയ്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഇതിൽ ഏകദേശം 208 സീറ്റ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു, 73 സീറ്റ് മുസ്ലിം ലീഗ് ജയിക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള 17 സീറ്റ് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സും ജയിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഡയറക്റ്റ് ഇലക്ഷൻ ഒന്നുമല്ലായിരുന്നു. അങ്ങനെ 1946 ഡിസംബർ 9 ഫസ്റ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് കമ്മിറ്റി രൂപീകരിക്കുന്ന ഈ 1946 ഡിസംബർ 9 അപ്പോൾ അതായത് ഇപ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനല്ല, അതിനു മുമ്പെല്ലാം തന്നെ ഇന്ത്യൻസ് കുറച്ചെടുത്തു, അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് എടുത്തു. അതൊന്നും അല്ലാതെ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അപ്പോൾ ഈ ആദ്യത്തെ മീറ്റിംഗിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഗാന്ധിജിയെല്ലാം തന്നെ മാറി നിൽക്കുന്നു. അതായത് ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകദേശം 211 മെമ്പേഴ്സോളം തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ മീറ്റിംഗ് നടക്കുന്നു. ആദ്യത്തെ ടെമ്പററി മീറ്റിംഗിൽ ഒരു ടെമ്പററി ചെയർമാനെ ഇവർ തെരഞ്ഞെടുക്കുന്നു. അതായത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്ന അദ്ദേഹത്തെ ചെയർമാനായി സെലക്ട് ചെയ്തു, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. 1946 ഡിസംബർ 11 രണ്ടാമത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ മീറ്റിംഗിൽ അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതായത് പ്രസിഡന്റായി ഡിക്ലെയർ ചെയ്യുന്നു, മുഖർജി എന്ന് പറഞ്ഞ അദ്ദേഹം വൈസ് പ്രസിഡന്റായി ഡിക്ലെയർ ചെയ്യുന്നു. ഇതൊക്കെ രണ്ടാമത്തെ മീറ്റിംഗിലാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ 1946 ഡിസംബർ 13 അതായത് ജവഹർലാൽ നെഹ്റു ഒരു പ്രപ്പോസൽ വെക്കുന്നു. ജവഹർലാൽ നെഹ്റു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവിധ അധികാരങ്ങളും ഇന്ത്യൻസിന് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ അതായത് റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു റിലീജിയൻ, അതുപോലെ തന്നെ റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു എക്സ്പ്ലോർ, ഇങ്ങനെയുള്ള എല്ലാ ഫ്രീഡവും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ജവഹർലാൽ നെഹ്റു ഒരു പ്രപ്പോസൽ വെക്കുന്നു. അങ്ങനെ 1947 ജനുവരി 22 ആയി കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഇത് യുനാനിമസ്ലി അക്സെപ്റ്റ് ചെയ്യാണ്. അതായത് എല്ലാവർക്കും തന്നെ ഒരു പക്ഷമായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാണ്. ഇത് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ രീതിയിൽ തന്നെ നിർമ്മിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ബ്രിട്ടനിൽ ഭരണമാറ്റം നടക്കുന്നത്. അതായത് ക്ലീമെന്റ് അറ്റ്ലി എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റായി മാറുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് ഇനി നമുക്ക് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫെബ്രുവരി 20 1947 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലോട്ട് ബ്രിട്ടീഷേഴ്സ് ഏകദേശം എത്തുന്നു. അതായത് ഇന്ത്യക്ക് ഇനി ഫ്രീഡം കൊടുക്കാം, ഇനി അവരുടെ ഇഷ്ടപ്പോലെ അവർ ഭരിച്ചോട്ടെ, ഇനി നമ്മൾ ഇന്ത്യനെ കൺട്രോൾ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് ബ്രിട്ടീഷേഴ്സ് ആദ്യമായിട്ട് എത്തുന്ന ഈ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അതേ വർഷം ജൂൺ 3 1947 ജൂൺ 3 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിട്ട് അതായത് മൗണ്ട് ബാറ്റൻ എത്തുന്നു. അപ്പോൾ മൗണ്ട് ബാറ്റന്റെ അടുത്ത് പറഞ്ഞു വിട്ടത് ഇത് തന്നെയാണ്, അതായത് ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കാൻ വേണ്ടിയാണ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ വന്നതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ വരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ പറഞ്ഞല്ലോ പാർലമെന്റിൽ 389 സീറ്റുകളായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അതായത് ഇന്ത്യ അതായത് അതിൽ നിന്ന് ചുരുക്കി 299 സീറ്റായിട്ട് മാറി. അതായത് ബാക്കി ആൾക്കാരും അതുപോലെ തന്നെ സെപ്പറേറ്റ് രാജ്യവും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ 299 എന്ന് പറയുന്ന സീറ്റിലോട്ട് ചുരുങ്ങി. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് നടക്കുമ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായാണോ നടക്കുന്നത്, അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മിസ്മാനേജ്മെന്റ് ഉണ്ടോ, അതുപോലെ തന്നെ പവർ ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് അറിയാനും ഉള്ള കാര്യങ്ങളെല്ലാത്തിനും വേണ്ടി തന്നെ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് 1947 ഓഗസ്റ്റ് ആ മാസങ്ങളെല്ലാം എന്തായപ്പോൾ പുതിയതായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിന്റെ പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിൽ 7 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ചെയർമാനാണ് ഈ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിനെ ചെയർമാൻ ആക്കുന്നു. അതിനുശേഷം 7 മെമ്പേഴ്സും ഇതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ രൂപീകരിച്ച് ഏകദേശം 6 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വേണം എന്നുള്ള ആദ്യത്തെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തു. പിന്നീടുള്ള 6 മാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് ഓരോ പോയിന്റ് എടുത്തിട്ട് അതായത് ലോക്സഭയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക, അതായത് ഈ പോയിന്റിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്, അത് എങ്ങനെയെല്ലാം മാറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് 6 മാസത്തോളം ഇതിനെ ഫുള്ളായിട്ടും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ചയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1948 ഒക്ടോബർ മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ അമെന്റ്മെന്റ് എല്ലാം ഏതിൽ വരുത്തണം എന്ന് പറഞ്ഞല്ലോ, അതെല്ലാം തന്നെ ചേഞ്ചസ് എല്ലാം വരുത്തി സെക്കൻഡ് അവർ അത് സബ്മിറ്റ് ചെയ്യാണ്. അതായത് രണ്ടാമത്തെ രീതി. അപ്പോൾ രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങളെല്ലാം വരുത്തി അവർ വീണ്ടും സബ്മിറ്റ് ചെയ്യാണ്. പിന്നീട് അതേ വർഷം നവംബർ 4 1948 ആയപ്പോൾ തന്നെ അംബേദ്കർ ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. അതായത് ഇതുവരെയും പണിത എല്ലാവിധ പണികളും പൂർത്തീകരിച്ചിട്ട് ഫൈനൽ ഡ്രാഫ്റ്റിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതായത് എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം ഉള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് കഴിഞ്ഞിട്ട് 1948 നവംബർ 4
ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്, അതായത് ഈ പാർലമെന്റിൽ. അപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നീടും കുറെ ചർച്ച ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 7635 കാര്യത്തിൽ അതായത് ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞു. അതിൽ 2443 കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്തതിനു ശേഷം 395 ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ 12 ഷെഡ്യൂളുകളും 22 പാർട്ടായിട്ട് ഫൈനലായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാണ്. അതായത് ഫൈനൽ സ്റ്റേജിൽ ഇതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ കുറെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് 448 ആർട്ടിക്കിളും അതുപോലെ തന്നെ 12 ഷെഡ്യൂളും അതുപോലെ തന്നെ 25 പാർട്ടുമായിട്ടാണ് ഇന്നത്തെ, അതായത് ഇച്ചിരി കൂടെ കൂട്ടി ഇന്നത്തെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് അതായത് ചർച്ചയെല്ലാം കഴിയാൻ വേണ്ടി ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വെറും 12 ദിവസം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ 3 വർഷത്തോളം ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. എഴുതാൻ വേണ്ടിയാണ് കേട്ടോ, ഇത് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി. അതിനുശേഷമാണ് പിന്നീട് വലിയ വലിയ പണികൾ ഉണ്ടായിരുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ശേഷം 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ മെമ്പേഴ്സും കൂടെ സൈൻ ചെയ്യുന്നു. അപ്പോൾ മെമ്പേഴ്സ് സൈൻ ചെയ്ത ആ ഒരു ദിവസത്തിനാണ് ഇന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്. അതായത് നവംബർ 26 ഇന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ കാരണമാണ്. അന്നാണ് ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ എല്ലാ മെമ്പേഴ്സും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അന്നാണ് സൈൻ ചെയ്യുന്നത്. അതിനെയാണ് ഇന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്. പിന്നെ പലർക്കും സംശയമുണ്ടാവും, അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്തുകൊണ്ടാണ്, അതിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അന്ന് അത് സൈൻ ചെയ്തെങ്കിലും അതിൽ വലിയ വലിയ ഇലക്ഷൻസ് മറ്റു കാര്യങ്ങൾ വലിയ വലിയ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ജനുവരി 24 1950 ആയി കഴിഞ്ഞപ്പോൾ അവരെല്ലാം തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് കൂടെ കണ്ടക്ട് ചെയ്യുന്നു. അതിനെന്താണെന്ന് വെച്ചാൽ അതായത് മാക്സിമം അതായത് വലിയ വലിയ തീരുമാനങ്ങളും കൂടെ എടുക്കാനുള്ള അക്സെപ്റ്റൻസ് കൊടുക്കുന്നു. അങ്ങനെ അതായത് ആദ്യത്തെ വട്ടത്തിലെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തെങ്കിലും വലിയ വലിയ ഇലക്ഷൻസ് കോർട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ പല കാര്യത്തിലും തീരുമാനങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. അതായത് എടുത്തിട്ടില്ല എന്നല്ല ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് 1950 ജനുവരി 26 ഇത് ഫുൾ ആയിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ സിസ്റ്റവും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കൊണ്ടുവരുന്നത് ഈ ജനുവരി 26 മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നീടും അതായത് ഈ കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയായിരുന്നു ഇന്ത്യനെ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1951 ഇന്ത്യ ആദ്യമായിട്ട് ഒരു ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത് ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് 1951. അപ്പോൾ നേരത്തെ രൂപീകരിച്ച് ഈ കമ്മിറ്റി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇന്ത്യൻ ഫ്ലാഗ് അതുപോലെ തന്നെ ഇന്ത്യൻ ആന്തം, ഇന്ത്യൻ നാഷണൽ ആന്തം, സോങ് ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും ഈ ഒരു കമ്മിറ്റി തന്നെയാണ് എടുത്തത്. അതിനുശേഷം ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രേം ബിഹാരി നാരായൺ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഏകദേശം 6 മാസത്തോളം എടുത്തു അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി എല്ലാ പേജും ഡെക്കറേഷൻ എല്ലാം ചെയ്തത് ആചാര്യ നന്ദലാൽ ബോസ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു എല്ലാ പേജിലും അതായത് ഡെക്കറേഷൻസ് എല്ലാം ചെയ്തത്. ഇനി ഫ്രണ്ട് പേജ് ഉണ്ട്, അതായത് പ്രിയാമ്പിൾ എന്ന് പറയും. അപ്പോൾ ആ പേജിനെ ഡെക്കറേറ്റ് ചെയ്ത ആരാന്ന് വെച്ചാൽ രാം മനോഹർ സിൻഹ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ഈ ഫ്രണ്ട് പേജ് അതായത് ഈ പ്രിയാമ്പിൾ മൊത്തം ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം അതായത് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി പിന്നീട് എടുത്തത്. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലാംഗ്വേജിലാണ് എഴുതിയത്. 2 ലാംഗ്വേജും എഴുതി എല്ലാം കഴിയാൻ വേണ്ടി ഏകദേശം 3 വർഷത്തിലും അധികം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതായത് അംബേദ്കറിനെ ഇതാക്കിയെന്ന് മനസ്സിലായത്? അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിന്റെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേഞ്ചസ് എല്ലാം വരുത്തിക്കൊണ്ടിരുന്ന അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് അംബേദ്കറിനെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് കുറേയധികം ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ട്. ഏകദേശം 300ഓളം ആൾക്കാർ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സമയം ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ഇത്രയും പേരാണ്. അപ്പോൾ ഒരാളെ പോലും നമ്മൾ മിസ് ഔട്ട് ആവരുത്.